നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ലെന്ന് പ്രതികരിച്ച് ഷാഫി പറമ്പിൽ എംപിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടില്ല. കോൺഗ്രസ് UDF പ്രവർത്തകരാരും നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കില്ലെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. മുല്ലപ്പള്ളിക്കെതിരായ പോസ്റ്ററിലാണ് പ്രതികരണമുണ്ടായത്. ആന്റണി രാജുവിനെതിരായ കോടതി വിധിയിലും പ്രതികരിച്ചു. ഇനി ആരോപണമില്ല, കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ലഹരി കേസിലാണ് തെളിവ് നശിപ്പിച്ചത്. ഇനിയെങ്കിലും നടപടിയെടുക്കാൻ ഇടതുമുന്നണി തയ്യാറാകണമെന്നും ഷാഫി പ്രതികരിച്ചു. രാഹുൽ വിഷയത്തിൽ ഇനി കോൺഗ്രസിനൊന്നും ചെയ്യാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയിട്ടില്ല. നാളെ വയനാട്ടിൽ നടക്കുന്ന ചിന്തൻ ശിബിരം ചർച്ച ചെയ്യും. എംപിമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിട്ടില്ല. കോൺഗ്രസ് UDF പ്രവർത്തകരാരും നേതാക്കൾക്കെതിരെ പോസ്റ്റർ ഒട്ടിക്കില്ലെന്നുമാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ആന്റണി രാജുവിനെതിരായ കേസ് ഇനി ആരോപണമല്ല, കുറ്റം തെളിയിക്കപ്പെട്ടു. ഒരു MLA മയക്കുമരുന്ന് കേസിൽ തെളിവ് നശിപ്പിക്കുക എന്നത് ഗൗരവതരമാണ്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകത അഴിയൂർ വെങ്ങളം റീച്ചിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും. ഹരിയാനയിൽ നിന്നുള്ള മുൻ PWD ചീഫ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിലായിരിക്കും പരിശോധന നടക്കുകയെന്നും ഷാഫി വ്യക്തമാക്കി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി ഇതിനോടകം തന്നെ പാലക്കാട് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്റ്റാർ കാൻഡിഡേറ്റുകളിലേക്കാണ് കോൺഗ്രസിൽ സാധ്യത ഉയർന്നത്. പാലക്കാട് മുൻ MLA കൂടിയായ ഷാഫി പറമ്പിൽ MP തന്നെയാണ് സാധ്യതയുള്ളവരുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ളത്. മണ്ഡലത്തിലെ സ്വീകാര്യതയാണ് ഷാഫിയുടെ പേരിന് മുൻതൂക്കം നൽകുന്നത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രാഹുൽ മാങ്കുട്ടൽ ലൈംഗിക പീഡന കേസുകളിൽ കുടുങ്ങിയതോടെയാണ് മണ്ഡലം അതീവ ശ്രദ്ധാ കേന്ദ്രമായത്. രാഹുൽ മാങ്കുട്ടലിനെ പുറത്താക്കിയ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നിലനിർത്തുക അഭിമാന പ്രശ്നമാണ്. എന്നാൽ മന്നൻ ജയന്തി ആഘോഷത്തിനിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് MLA രാഹുൽ മാങ്കുട്ടൽ തമ്മിലുണ്ടായ അകലം രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ ഇടവച്ചിരിക്കുകയാണ്. ചടങ്ങിനിടെ രാഹുൽ എഴുന്നേറ്റ് അഭിവാദ്യം ചെയ്തതും മുഖം കൊടുക്കാതെ ചെന്നിത്തല മുന്നോട്ട് പോയ ദൃശ്യങ്ങളുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയ്ക്ക് ആധാരമായത്. രമേശ് ചെന്നിത്തല വരുന്നത് കണ്ട് സദസ്സിൽ ഉണ്ടായിരുന്ന രാഹുൽ എഴുന്നേറ്റുവെങ്കിലും ചെന്നിത്തല ഇതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയായിരുന്നു. രാഹുലിന്റെ ഒപ്പം നിന്നിരുന്ന വ്യക്തി കൈകൊടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഇതും ചെന്നിത്തല അവഗണിച്ചു. എന്നാൽ അടുത്ത സീറ്റിൽ ഇരുന്നിരുന്ന രാജ്യസഭാ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യനോട് ചെന്നിത്തല കുറച്ചുനേരം സംസാരിക്കുകയും ചെയ്തു. രാഹുൽ മാങ്കുട്ടലിനെ പാലക്കാട് വീണ്ടും സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഇന്നലെ രാവിലെ PJ കുര്യൻ പ്രതികരിച്ച സാഹചര്യത്തിൽ ഈ രംഗങ്ങളൊക്കെ കൗതുകകരമായി. ബലാത്സംഗ കേസുകളിൽ പ്രതിയാനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമായിരുന്നു രാഹുലും ഇരുന്നത്. രമേശ് ചെന്നിത്തല മുന്നിലൂടെ പോയപ്പോൾ രാഹുൽ മാങ്കുട്ടൽ എഴുന്നേറ്റ് നിന്നെങ്കിലും ചെന്നിത്തല മൈൻഡ് ചെയ്യാതെ പോവുകയായിരുന്നു. ഇടയ്ക്ക് സമ്മേളനത്തിനെത്തിയ ചിലർ രാഹുലിനൊപ്പം സെൽഫി എടുക്കുകയും ചെയ്തു. ഇടയ്ക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനുമായി രാഹുൽ മാങ്കുട്ടൽ സംസാരിക്കുന്നതും കാണാമായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കുട്ടലിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകരുതെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ രംഗത്തെത്തുകയായിരുന്നു. ഭാഷയും സൗന്ദര്യവും മതിയെന്ന് കരുതുന്ന സ്ഥാനമോഹികളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടിയുണ്ടാകുമെന്നാണ് കുര്യൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് മുൻപ് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തിയാൽ പരിഗണിക്കാമെന്ന ഒരു വിഭാഗം നേതാക്കൾ നൽകിയ ഉറപ്പിൽ രാഹുൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കെയാണ് കുര്യന്റെ ഈ വിമർശനമുണ്ടായത്. എന്നാൽ രാഹുലിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പല കമന്റുകളും ട്രോളുകളും ഒക്കെ നിറയുകയാണ്.